യെസ്. അപ്പോൾ ഡൽഹിയെ നടുക്കിയ ആ സ്ഫോടന പരമ്പരയിൽ കൂടുതൽ അന്വേഷണങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ ആണ് ഇതിന് പിന്നിൽ എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഡോക്ടർമാർ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചു വരുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ജെയ്ഷെ മുഹമ്മദിൻ്റെ കരങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. ശ്രീ കുഞ്ഞാമത് എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞാമത്, ഇത് എങ്ങനെ പര്യവസാനിക്കണം എന്നാണ് ശ്രീ കുഞ്ഞാമത് കരുതുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ട്. നമസ്കാരം. ഇത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഉപരാഷ്ട്രപതി എല്ലാം നിൽക്കുന്ന ഒരു ഏരിയയില് 3 മണിക്കൂർ നേരം ഒരു വാഹനം അവിടെ നിർത്തിയെടുത്ത് ഇന്ത്യന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം എത്ര താഴ്ന്നു കിടക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്പർ 1. എനിക്കിത് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഒരു അപകടം സംഭവിക്കുമ്പോൾ ഉടനെ ഇങ്ങനെ ചിന്തിക്കാനെങ്കിൽ ലോകത്ത് ഈ ഭീകരാക്രമണങ്ങൾ നടക്കാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇന്ത്യയെക്കാൾ എത്രയോ വികസിതമായ രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടക്കുന്നത് ഇത് മനസ്സിലാക്കണം, പരിശോധിക്കണം, അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഇന്ത്യയെക്കാൾ ഭീകരാക്രമണം നടക്കുന്ന ഇന്ത്യയെക്കാൾ വികസിതമായ രാജ്യങ്ങളിലെ ഒരു തീവ്രവാദി സ്വയം പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്റലിജൻസ് പരാജയം, സുരക്ഷാ പരാജയം എന്ന് പറഞ്ഞ് രാജ്യത്തിന് നേരെ തിരിയാതെ ഇത് പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന അതിക്രൂരമായ ഒരു നടപടിയാണെന്ന് ഊർജത്തോടെ പറയാൻ ശ്രീ കുഞ്ഞഹമ്മദിനെ പോലുള്ളവർ എന്തുകൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല? അന്വേഷണം വരട്ടെ സാർ, അന്വേഷണം വരട്ടെ. ഇതെന്തായാലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ലോ അവിടെ പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ പുറകിൽ ഈ നാടിൽ നിന്ന് ഇവിടെ ഈ മണ്ണിൽ നിൽക്കുകയും കൂറ് മറ്റൊരു മണ്ണിനോട് പ്രഖ്യാപിക്കുകയും ചെയ്ത മനുഷ്യരല്ലേ ഇതിന് പുറകിൽ? ഇവിടുന്ന് പഠിച്ച ഡോക്ടറായവർ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ദുരിതാശ്വാസം നൽകേണ്ട മനുഷ്യർ അവരാണ് ഇതിനൊക്കെ പുറകെ പോയിരിക്കുന്നതെന്ന് അറിയുമ്പോൾ എത്ര ലജ്ജാവഹം. ആ കുടുംബം, അവരുടെയൊക്കെ കുടുംബങ്ങൾ പോലും അംഗീകരിക്കാത്ത ആ മനുഷ്യരെ നോക്കി നമുക്കെങ്ങനെ അവരെ നീതീകരിക്കാനാകും? ശ്രീ കുഞ്ഞാമത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതല്ല നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒരുപക്ഷെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച്, ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്. പക്ഷേ ഇത് ഉഗ്രവാദത്തിന് മറുപടി കൊടുക്കേണ്ട നിമിഷമാണ്. ഇന്ത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കണ്ടേ? കടന്നു പോകാൻ കഴിയോ ഇന്ത്യയെ കൂടെ? നിരപരാധികളെല്ലാം മരിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും 140 കോടി മനുഷ്യർക്ക് 240 കോടി സൈനികരെ ഇവിടെ നമുക്ക് നിയമിക്കാനാകില്ല. ഇത് നേരത്തെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേരത്തെയുള്ള പരിപാടികൾ എന്തായിരുന്നു? സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക. അവരാക്രമിച്ചത് ആരൊക്കെയാണ്? CRPFന്റെ വാഹനങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുക, പാർലമെന്റിലേക്ക് അറ്റാക്ക് ചെയ്യുക. ഇപ്പൊ അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റാതായി. അപ്പൊ തെരുവിൽ നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ കൊല്ലുക. എന്നിട്ട് ഈ രാജ്യത്ത് അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആളുകൾ ഈ ഭരണകൂടത്തെ അവിശ്വസിക്കുക, ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് പറയുക, ഇവിടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുക, രാജ്യത്തിന് ഭരണത്തിൽ അസ്ഥിരതയുണ്ടാക്കുക, അതോടൊപ്പം സാമൂഹ്യ ഐക്യം തകർക്കുക. അവരുദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നടപ്പിലാക്കാൻ അനുവദിച്ചുകൂടാ. അതിൽ കുഞ്ഞാമതിനെ പോലുള്ളവർ മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാബു എന്നോടൊപ്പം ചേരുന്നു. പാകിസ്ഥാനിലും ആക്രമണം, അപ്പോൾ ഇന്ത്യയിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഗോളാന്തരം എന്നോടൊപ്പം ചേരുന്നു. പാകിസ്ഥാനെതിരെ പറയാൻ ധൈര്യമില്ലാത്തവർ ഇവിടെയുണ്ടെന്ന് പറയുന്നു. കുഞ്ഞാമതിൻ്റെ മനസ്സിൽ എന്താണെന്ന് പിന്നെ എന്നോട് ലക്ഷ്മി ചോദിക്കുന്നു. യെസ്. അപ്പോൾ ഇത് സംബന്ധിച്ച ആളുകൾ ഓരോന്നായി പിടിയിലാവുകയാണ്. ഇത് ഇൻ്റലിജൻസ് വൃത്തത്തിൻ്റെ ഒരു പരാജയമെന്ന് നമുക്ക് പറയാനാകില്ല. ഒക്ടോബറിൽ നടന്ന ഒരു ലഘുലേഖ വിതരണം, ജമ്മു കാശ്മീരിൽ നടന്ന ഒരു ലഘുലേഖാ വിതരണത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഫരീദാബാദിലെത്തുന്നത്. അവിടെ വെച്ചാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അവിടെ ഈ ഡോക്ടർ മുസാമിൽ ഒരു റെൻറ്റഡ് ഫ്ലാറ്റ് എടുത്തിരുന്നുവെന്നും അവിടെയാണ് ഈ ഉഗ്രസ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് ഈ ആളുകളെ, ഡോക്ടർ ഉമറിനെ പോലുള്ളവരെ, തീവ്രവാദ സേനയിൽപ്പെട്ട ആളുകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു രക്ഷയുമില്ലാതെ സ്വയം പൊട്ടിത്തെറിക്കാൻ ആ ഉഗ്രവാദി തീരുമാനിച്ചത്. അപ്പോൾ ഇത് രാജ്യം ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇത് അയാളുടെ തന്നെ ആണോ ഈ ശരീരം എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള DNA സാമ്പിളുകൾ പരിശോധിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിനോട് ഡൽഹി ബ്ലാസ്റ്റിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നാണ്. രാജ്യതലസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങളോട് തുറന്നു പറയണം എന്ന് പവൻ ഖേര പറയുന്നു. 18 മണിക്കൂർ കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരാവശ്യം വരുന്നു. ദർ ഇസ് നോ ക്വാളിറ്റി ഫോർ ദ ഗവൺമെൻറ്, ഹോം മിനിസ്ട്രി, ഡൽഹി പോലീസ് എന്നൊരു ആക്ഷേപം വരുന്നു. ദർ ഇസ് ഫിയർ
and concern among the people that such things happened in a country's capital. So it is important to have answer and there should be clarity on it എന്നാണ് പവൻ ഖേര പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്. ഇവിടെ ജനങ്ങൾ ആശങ്കാഭരിതരാണ്, അതുകൊണ്ട് കൃത്യമായ ഒരു ഉത്തരം വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് കരുതുന്ന ഡോക്ടർ ഉമാൻ നബിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള അന്വേഷണം വളരെ ഗൗരവമായി നടക്കുന്നു. അയാൾ ആണ് ഈ ഹുണ്ടേ i20 കാർ ഓടിച്ചിരുന്നത് എന്ന കാര്യങ്ങൾ ഏറെക്കുറെ ധാരണയിലാകുന്നു. ഏതാണ്ട് മരണസംഖ്യ 13ലേക്ക് കടക്കുമോ എന്ന ആശങ്ക വരുന്നു. അയാൾ പുൽവാമ ജില്ലയിലെ കോളി വില്ലേജിൽ നിന്നുള്ളതാണ്. മാത്രവുമല്ല ഡോക്ടർ ഉമ്മൽ നാസി ഇപ്പോൾ വളരെ ഒരു അന്തർമുഖനായിരുന്നു ചെറുപ്പകാലം തൊട്ട് എന്ന് അവിടെ നിന്ന് അന്വേഷണ ഏജൻസികൾ പുറത്തുനിന്നു. അയാൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറും ഈ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു നടന്ന ഒരാളാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. ഹി ഹെയിൽസ് ഫ്രം കോളി വില്ലേജ് ഇൻ പുൽവാമ. മുസാമിൽ അയാളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഇത് സംബന്ധിച്ച് അയാളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദര ഭാര്യ ആണ് ഈ കാര്യം ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.